MG റോഡിലെ ഗതാഗത തടസ്സത്തിന് കാരണമാകുന്ന തകരാറുകൾ പരിഹരിക്കാത്തതിൽ പ്രതിഷേധവുമായി ഇടതുമുന്നണി നേതാക്കൾ പൊതുമരാമത്ത് വകുപ്പിന്റെ ഓഫീസിലെത്തി. നാളെ മുതൽ തന്നെ താൽക്കാലിക പരിഹാര നടപടികൾ എടുക്കുമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. നിലമ്പൂരിൽ നിന്നും ചന്തക്കുന്നിലേക്കും വെളിയന്തോടിലേക്കും യാത്ര ചെയ്യുന്നതിന് ഇപ്പോൾ മണിക്കൂറുകൾ എടുക്കുന്ന സാഹചര്യമാണുള്ളത്. പ്രവൃത്തികൾ മന്ദഗതിയിലാണ് നടക്കുന്നത്. ഇക്കാരണം പറഞ്ഞ് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് എഇക്ക് മുന്നിൽ നേതാക്കളെത്തിയത്. എഞ്ചിനീയർ റോഡ് പ്രവൃത്തിയെടുക്കുന്നവരെ ഫോണിൽ ബന്ധപ്പെട്ട് അടിയന്തരമായി താൽക്കാലിക നടപടികളെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. നാളെ തന്നെ ഇക്കാര്യത്തിൽ നടപടികളുണ്ടാകുമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. നിലമ്പൂരിൽ ഒരു MLAയും അതേപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനായ ഒരു പൊതുമരാമത്ത് മന്ത്രിയും ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈ നിലമ്പൂരിൽ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. ഏകദേശം ചന്തക്കുന്നിൽ നിന്നും നിലമ്പൂരെത്തണമെങ്കിൽ ഒരു വണ്ടിക്കാരൻ ഏകദേശം 2 മണിക്കൂർ എടുക്കുന്ന രീതിയിലാണ്. റോഡ് മുഴുവൻ കുഴിയാണ്. നമ്മുടെ MLAനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം MLA ഇന്ന് പ്രതിപട്ടികയിൽ നിൽക്കുന്ന ഒരാളാണ്. ഈ കേരള സമൂഹത്തിനോട് തന്നെ മാപ്പരക്കേണ്ട ഒരു ഗതിയിലാണ് MLA. കാരണം സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ സത്യപ്രതിജ്ഞ ലംഘനവും നടത്തിയ ഒരു MLA ഉള്ള നാടാണ് ഈ നിലമ്പൂർ. ഞങ്ങൾക്ക് പറയാനുള്ളത് MLA രാജിവെക്കണം എന്നുള്ളതാണ്. കാരണം ഈ കേരളത്തിന് അപമാനമായ ഒരു MLA ആണ്. ആ MLAയുടെ വീട്ടിൽ നിന്ന് ചന്തക്കുന്നിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം 2-3 മണിക്കൂർ എടുത്തിട്ട് മാസങ്ങളോളമായി. മാട്ടുമ്മൽ സലീം, കക്കാടൻ റഹീം, ടി ഹരിദാസൻ, സൈജിമോൾ, സനില, പി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത്.